ഈ പ്രീ മാർക്കറ്റാണ്. പ്രൈസ് ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീക്കിലി നോക്കുകയാണെങ്കിൽ വീക്കിലിയിൽ ഒരു റിജക്ഷൻ ബ്ലോക്ക് മെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീക്കിലി മെറ്റീഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് 4 hour ഷിഫ്റ്റ് കൺസിഡർ ചെയ്യണം. 4 hourൽ മാർക്കറ്റ് ഷിഫ്റ്റ് ആവണമെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇതാക്കണം, ഷിഫ്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ ബൈ നോക്കാവുന്നതാണ്. അതായത് 1 മിനിറ്റിൽ 15 മിനിറ്റിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ ഈ IFEG ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി റീട്രേസ്മെന്റ് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഡെയിലി ഓർഡർ ബ്ലോക്കും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 4 hour ആണ്. കാരണം വീക്കിലിയിലും മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് 70 പിന്നെ 1 hour നോക്കുകയാണെങ്കിൽ 1 hourലൂടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, 4 hourൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു 15 മിനിറ്റിൽ ഷിഫ്റ്റ് കിട്ടുവാണെങ്കിൽ 70 ട്രേഡ് ചെയ്യാവും എന്നാണ് ഇത് എക്സ്പെക്റ്റേഷൻ. പക്ഷെ ഞാൻ 1 മിനിറ്റ് ആയതുകൊണ്ട് ഈ 1 hour FEG ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. 15 മിനിറ്റ് ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. എന്ത് സംഭവിക്കാൻ നോക്കാം. ഇത് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടിയിട്ട് പിന്നെ ഓർഡർ ബ്ലോക്ക് എന്നുള്ള എൻട്രി ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ബൈ എടുക്കുള്ളൂ, സെല്ല് നോക്കിയാല. എൻ്റെ അനാലിസിസ് ഇതാണ്. മാർക്കറ്റ് റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ താഴത്തേക്ക് ഇടിച്ചിറങ്ങണം. അത്രേ ഉള്ളൂ പ്രീ മാർക്കറ്റ് അനാലിസിസ്.